തമിഴ്നാട്ടിൽ വിജയുടെ നേതൃത്വത്തിൽ ടി.വി.കെ സർക്കാരിന്റെ സത്യപ്രതിജ്ഞ നാളെ തന്നെ ഉണ്ടാകും. വിജയ്ക്കൊപ്പം 9 അംഗങ്ങളും സത്യപ്രതിജ്ഞ ചെയ്യുമെന്നാണ് റിപ്പോർട്ടുകൾ. കോൺഗ്രസിന്റെയും ഇടതു പാർട്ടികളുടെയും പിന്തുണയോടെ കേവല ഭൂരിപക്ഷം ഉറപ്പിക്കാനാണ് ശ്രമം. തമിഴക വെട്രിക്കഴകത്തിന് പിന്തുണ നൽകിക്കൊണ്ടുള്ള കത്ത് തമിഴ്നാട് PCC ഇന്ന് ഗവർണർക്ക് നൽകും. കോൺഗ്രസിന്റെ പിന്തുണ തേടി ടി.വി.കെ കത്ത് നേരത്തെ നൽകിയിരുന്നു. BJP-യുടെയോ NDA കക്ഷികളുടെ പിന്തുണ തേടരുതെന്ന ഉപാധികളോടെയാണ് കോൺഗ്രസ് പിന്തുണ നൽകിയത്. തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത്. കോൺഗ്രസ് പൂർണ്ണ പിന്തുണ നൽകുന്നു വിജയുടെ പാർട്ടിക്ക്. ടി.വി.കെക്ക് ഇത് ഇപ്പോൾ വിജയെ ഷാൾ അണിയിച്ചുകൊണ്ട് പിന്തുണ അറിയിക്കുകയാണ് ഇപ്പോൾ കോൺഗ്രസിൻ്റെ പ്രാദേശിക ഘടകം. അവിടെ എന്തായാലും കോൺഗ്രസിൻ്റെ 5 സീറ്റുകൾ കൂടി ചേരുമ്പോൾ കേവല ഭൂരിപക്ഷത്തിലേക്ക് അടുക്കുകയാണ് ടി.വി.കെ അധ്യക്ഷൻ വിജയ്. ഇനി ഇടതു പാർട്ടികളുടെ പിന്തുണയറിയിക്കാൻ വെള്ളിയാഴ്ച ഇടതു പാർട്ടികളുടെ യോഗം ചേരും. അവരും അനുകൂല നിലപാടാണ്. CPM-ഉം CPI-യും കൂടി ചേരുമ്പോൾ 4 പേരുടെ പിന്തുണകൾ ചേരും. അങ്ങനെ നേരിയ കുറവ് മാത്രമാണ്. VCK പോലെയുള്ള മറ്റു പാർട്ടികളുടെ പിന്തുണ കൂടി ഉണ്ടാകും. കിരൺ ബാബു, പൊളിറ്റിക്കൽ ഡെസ്കിൽ നിന്ന്. കിരൺ, തമിഴക രാഷ്ട്രീയത്തിൽ ഒരു വലിയ മാറ്റത്തിൻ്റെ കാറ്റാണ്. വിജയ് മുഖ്യമന്ത്രിയായി നാളെ തന്നെ സത്യപ്രതിജ്ഞ ചെയ്യുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഈ CPM CPI-യുടെ പിന്തുണ സംബന്ധിച്ചുള്ള തീരുമാനം എപ്പോഴുണ്ടാകും? എങ്ങനെ ഇവർ കേവല ഭൂരിപക്ഷം തികയ്ക്കും? സജിത്ത, ഇപ്പോഴും അതിനൊരു ആശങ്ക മുന്നിൽ നിൽപ്പുണ്ട്. കാരണം തമിഴ്നാടിൻ്റെ ഒരു രാഷ്ട്രീയ സ്ഥിതിയിൽ കണക്ക് ഏറ്റവും പ്രധാനമാണ്. 118 സീറ്റുകളാണ്, 234 അംഗ നിയമസഭയിൽ 118 സീറ്റുകളാണ് കേവല ഭൂരിപക്ഷത്തിന് വേണ്ടത്. പക്ഷേ 108 സീറ്റുകളാണ് ടി.വി.കെക്കുള്ളത്. ടി.വി.കെക്ക് 108 സീറ്റ് എന്ന് പറയുമ്പോൾ അതിൽ 2 എടുത്ത് മത്സരിച്ച് വിജയിച്ചത് വിജയാണ്. അതുകൊണ്ട് തന്നെ വിജയ്ക്ക് അതിൽ ഒരു ഇടം രാജിവെക്കേണ്ടി വരും. ഒരു സീറ്റായി മാത്രമേ അതിനെ കണക്കാക്കാൻ കഴിയൂ. അപ്പോൾ 107 ചുരുങ്ങുന്നു. 11 എണ്ണം കൂടി വേണം കേവല ഭൂരിപക്ഷത്തിന് കൃത്യം ഒരെണ്ണം കടക്കാൻ. 118 കടക്കാൻ 11 സീറ്റുകളാണ് വേണ്ടത്. ഇപ്പോൾ 5 സീറ്റുള്ള കോൺഗ്രസ് ആണ് പിന്തുണ പ്രഖ്യാപിച്ചത്. കോൺഗ്രസ് MP-മാരാണ് ഇപ്പോൾ അവിടെ വിജയിയെ കാണുകയും വിജയ് പരസ്പരം ഷാൾ അണിയിക്കുകയും പരസ്പരം പിന്തുണ കത്തൊക്കെയാണ് ഇപ്പോൾ വിജയ്ക്ക് കോൺഗ്രസ് MLA-മാർ 5 MLA-മാർ ചേർന്ന് കൈമാറുകയാണ്. അല്പം സമയം മുമ്പ് നമ്മൾ കണ്ടതാണ് പരസ്പരം ഷാൾ ഇട്ട് സ്വീകരിക്കുന്നു. രണ്ടുപേരും വിജയ് ആദ്യം ഔദ്യോഗികമായി കോൺഗ്രസിന് KC വേണുഗോപാലിന് കത്ത് കൊടുക്കുന്നു. കോൺഗ്രസ് ഹൈക്കമാൻഡ് സംസ്ഥാന നേതൃത്വത്തിന് തീരുമാനം വിടുന്നു. അവസാനം സംസ്ഥാന നേതൃത്വം തീരുമാനമെടുക്കുന്നു. അവിടെ ഇന്ത്യയിലാകമാനം ഒരു മതേതര ജനാധിപത്യ ചേരി ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അവിടെ വർഗീയതയ്ക്കെതിരായ ഒരു പോരാട്ടം അല്ലെങ്കിൽ അത്തരം ഒരു സർക്കാർ രൂപീകരിക്കുക എന്നാണ് കോൺഗ്രസിൻ്റെ നിലപാട്. അതുകൊണ്ട് കോൺഗ്രസ് മത്സരിച്ചത് DMK സഖ്യത്തിലാണ്. കോൺഗ്രസും CPM-ഉം CPI-യും മുസ്ലിം ലീഗും എല്ലാം മത്സരിച്ചത് DMK സഖ്യത്തിലായിരുന്നു. ആ DMK സഖ്യം വിട്ട് കോൺഗ്രസ് ടി.വി.കെക്ക് പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നു. ടി.വി.കെയുടെ മന്ത്രിസഭയിൽ കോൺഗ്രസ് കൂടി പങ്കാളിയാവും എന്നത് ഉറപ്പായി കഴിഞ്ഞു. അപ്പോൾ ഇനി ഒരു 6 സീറ്റുകൾ കൂടി അവർക്ക് വരാനുണ്ട്. CPM-ന് 2 സീറ്റുണ്ട്, CPI-ക്ക് 2 സീറ്റുണ്ട്. അതോടൊപ്പം തന്നെ ലീഗിനും 2 സീറ്റുണ്ടായിരുന്നു. അതിൽ ലീഗ് അത്തരമൊരു DMK-ക്കൊപ്പം തന്നെയാണ് നിൽക്കുന്നത് എന്ന് ആണ് ലീഗിൻ്റെ പ്രഖ്യാപനം. കാരണം DMK വിട്ട് ടി.വി.കെയിലേക്ക് പോകുന്നത് ലീഗിനെ സംബന്ധിച്ച് തമിഴ്നാട്ടിൽ അത് ഭാവിയിലടക്കം ഗുണപ്പെടില്ല. അതുകൊണ്ട് അത്തരമൊരു തീരുമാനത്തിലേക്ക് അവർ എത്തിയിട്ടില്ല. പക്ഷേ CPM-ഉം CPI-ക്കും ഇപ്പോൾ പൂർണ്ണമായും ഒരു തീരുമാനത്തിലേക്ക് അവർ എത്തിയിട്ടില്ല. പക്ഷേ അവിടെ ഒരു DMK-യുടെ നേതൃത്വത്തിലൊരു സർക്കാർ AIADMK-യുടെ നേതൃത്വത്തിലൊരു സർക്കാർ രൂപീകരണത്തിലുള്ള സാധ്യതകൾ പൂർണ്ണമായും തള്ളിക്കളയുക അല്ലെങ്കിൽ ടി.വി.കെക്ക് ഒപ്പം നിൽക്കുക എന്നുള്ള നിലപാടിലേക്ക് അവർ കൂടി വരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ 4 സീറ്റുകൾ കൂടി അവിടെ എത്തും. പിന്നീട് VCK-യുടെ ഒരു 2 സീറ്റുകളുണ്ട്. അതുപോലെ PMK-യുടെ 4 സീറ്റുണ്ട്. പക്ഷേ കോൺഗ്രസ് വെച്ചിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട അജണ്ട BJP-യോ അല്ലെങ്കിൽ BJP-യുമായി ബന്ധപ്പെടുന്ന വർഗീയ കക്ഷികളുമായിട്ടോ ഏതെങ്കിലും തരത്തിലേക്കുള്ള ഒരു സഖ്യമോ അല്ലെങ്കിൽ അവരുടെ പിന്തുണയോ സ്വീകരിക്കരുതെന്നുള്ളതാണ്. അതുകൊണ്ട് ആ തരത്തിലേക്ക് നീങ്ങാനുള്ള സാധ്യതയില്ല. അപ്പോൾ കൃത്യം സീറ്റിൻ്റെ ഒരു 6 സീറ്റ് കിട്ടുന്നു. ഇപ്പോഴത്തെ 5 സീറ്റ് പ്ലസ് 6 സീറ്റ്, അപ്പോൾ 107 പ്ലസ് 11 118 സീറ്റ്. അങ്ങനെ കൃത്യം സീറ്റുകളുടെ എണ്ണത്തിൽ അവിടെ ഭരിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ. അതോടൊപ്പം തന്നെ ഇങ്ങനെ ഒരു സർക്കാർ വരികയും അത് സർക്കാർ ഒരു വിശ്വാസ വോട്ടെടുപ്പിലേക്ക് പോവുകയും ചെയ്താൽ DMK ചിലപ്പോൾ മാറി നിൽക്കാൻ സാധ്യതയുണ്ട്. കാരണം ഈ ഒരു സർക്കാരിനെ പരാജയപ്പെടുത്തിയാൽ അത് DMK-ക്ക് ചിലപ്പോൾ തിരിച്ചടിയാവും എന്നത് കണ്ടുകൊണ്ട് DMK വോട്ടെടുപ്പിൽ നിന്ന് അവരെ പിന്തുണയ്ക്കുകയും ചെയ്യുന്നില്ല, എന്നാൽ എതിർത്തും വോട്ട് ചെയ്യുന്നില്ല. അങ്ങനെ മാറി നിന്ന് കഴിഞ്ഞാൽ അവർക്ക് അനായാസം ജയിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവും. പിന്നീട് എപ്പോഴെങ്കിലും രാഷ്ട്രീയ സ്ഥിതി ഏതെങ്കിലും തരത്തിൽ മാറിയാൽ ആ സമയത്ത് മറിച്ച് ആലോചിക്കാം എന്നുള്ളൊരു നിലപാടിലേക്ക് DMK പോകാനും സാധ്യതയുണ്ട്. എന്തായാലും വിജയ് തമിഴ്നാടിൻ്റെ മുഖ്യമന്ത്രിയായി നാളെയോ മറ്റന്നാളോ തന്നെ സത്യപ്രതിജ്ഞ ചെയ്യാനുള്ള സാധ്യതയാണ് ഇപ്പോൾ ഏറി നിൽക്കുന്നത്. അതാണ്. വിജയ് നാളെ തന്നെ സത്യപ്രതിജ്ഞ ചെയ്യും. അടയാനുള്ള ഒരുക്കങ്ങൾ നടക്കുകയാണ്. വൈകിട്ട് കേരളത്തിൻ്റെ ഗവർണർ രാജേന്ദ്ര ആർലേക്കർ തന്നെയാണ് തമിഴ്നാടിൻ്റെ ചുമതലയിൽ. അദ്ദേഹവുമായി വൈകിട്ട് വിജയ് കൂടിക്കാഴ്ച നടത്തും. CPM-ഉം CPI-യും പിന്തുണ സംബന്ധിച്ച് തീരുമാനം വെള്ളിയാഴ്ച കൈക്കൊള്ളുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇതിൽ DMK കൂടി ആശയവിനിമയം നടത്തിയ ശേഷമായിരിക്കും CPM-ഉം CPI-യും നിലപാടെടുക്കുക. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ
സബ്സ്ക്രൈബ് ചെയ്യുക.